ഈശ്വരക്കം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത്. വിശ്വാസ വഴിയിലാണ് നാം പുരോഗമിക്കുന്നതെന്ന് കരുതുമ്പോഴും തെറ്റായ ബോധ്യങ്ങൾ നമ്മെ പിടികൂടാം. വ്യക്തിപരമായ അറിവിൻ്റെയും കഴിവിൻ്റെയും അനുഭവങ്ങളുടെയും ഒക്കെ പരിമിതി നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കാം. സന്ദേഹാവസ്ഥയിൽ നാം പെട്ടുപോകാം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം, ദൈവശാസ്ത്രം, അപ്പോസ്തല പ്രബോധനം, വിശുദ്ധരുടെ ജീവിത പാരമ്പര്യങ്ങൾ, വിശുദ്ധരുടെ ഡോക്ട്രൈനുകൾ, സഭാത്മകമായ ബോധം എന്നിവ നിരന്തരം നമുക്ക് കൂട്ടായിട്ടില്ലെങ്കിൽ എപ്പോഴാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങളിൽ നിന്ന് നാം വീണു പോവുക എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ ഉയരുന്ന വിശ്വാസ വിരുദ്ധമായ കാര്യങ്ങൾ നമ്മെ എപ്രകാരമാണ് സ്വാധീനിക്കുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിശ്ചയമായും സഭ എന്തു പറയുന്നു എന്ന കാര്യത്തിലേക്ക് നാം തിരിയണം. കാരണം സഭയാണ് വിശ്വാസം നമുക്ക് നൽകിയത്. സഭ നമുക്ക് കൈമാറിയതാണ് വിശ്വാസം. അപ്രകാരം വിശ്വാസ കൈമാറ്റത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് സഭയിലേക്ക് നമുക്ക് നോക്കാൻ കഴിയണം. 2000 വർഷത്തെ ജീവിത പാരമ്പര്യം, സഭയുടെ അത്രയും കാലത്തെ പഠനങ്ങൾ, പരിശുദ്ധാത്മാവുള്ള വെളിപ്പെടുത്തലുകൾ, അവയെല്ലാം ചേർന്ന വിശ്വാസ നിക്ഷേപമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അടിസ്ഥാന വിശ്വാസ ശിലയായി മാറേണ്ടത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നാം ക്രിസ്തുവിലേക്കുള്ള മാർഗത്തെ സംബന്ധിച്ച വിവിധങ്ങളായ വീഴ്ചകളിലേക്ക് പെട്ടുപോകാനിടയുണ്ട്. യേശുവിലാണ് വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോഴും ക്രിസ്തു വിരുദ്ധമായ നിരവധി പ്രഘോഷണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ കഴിയും. നാം എപ്പോഴും തിരിയേണ്ടത് സഭ എന്തു പറയുന്നു എന്നതിനെ കുറിച്ചാണ്. സഭ എന്താണ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ലക്ഷോപലക്ഷം വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ അർപ്പിച്ച് നമുക്ക് വേണ്ടി കൈമാറുന്ന വിശ്വാസത്തെ സൂക്ഷിക്കേണ്ടതും ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിതം പ്രയോഗവൽക്കരിക്കേണ്ടതും നമ്മുടെ കടമയാണ് എന്ന കാര്യം ഓർക്കാം. ഇക്കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു സഹോദരൻ എനിക്ക് അയച്ചിരുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതായതാണ്, ഗൗരവമുള്ളതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്രകാരം ഇപ്പോൾ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. നമ്മളൊക്കെ വിശ്വാസ വഴിയിൽ മുൻപേറുമ്പോൾ വിശ്വാസത്തിന് ഇടർച്ച ഉണ്ടാക്കുന്ന നിരവധി സ്വാധീനങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകാം. അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. 2-3 മാസമായി നിരന്തരമായി തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും പള്ളുരുത്തിയിൽ നിന്നും പലരും മാറി മാറി വിളിക്കുന്നവരൊക്കെ സംസാരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ്, POC ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ്, നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇടയ്ക്ക് മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് പറയുന്നു, അതിന്റെ കൂട്ടത്തിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ സംഭാഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഫോണിലൂടെ നടത്തുന്നുണ്ട്. ഒരിടയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്ന ഒരു സഹോദരി അദ്ദേഹത്തോട് ഒരു ധ്യാനം കൂടാൻ ആവശ്യപ്പെടുകയാണ്. സദ്വാർത്ത ധ്യാനം കൂടണം നിങ്ങളെന്ന് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് പോകാൻ സൗകര്യമുള്ള സമയമല്ല, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അതിന് യോജിച്ചതല്ലാത്തതുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയും. അങ്ങനെ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് 2 പേർ അദ്ദേഹത്തെ കാണാനായിട്ട് അനുവാദം ചോദിക്കുന്നു. അവർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് അദ്ദേഹവുമായി സംസാരിക്കുന്നത് പ്രകാശത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചാണ്, പരിശുദ്ധമ്മയെ കുറിച്ചാണ്, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചാണ്. മോശമായിട്ടൊന്നും അവർ സംസാരിക്കുന്നില്ല. പിതാവായ ദൈവത്തെക്കുറിച്ച് അറിയണ്ടേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ അവർ സഭയിലെ ചില പോരായ്മകളെ കുറിച്ച് പറയുന്നു. കേട്ടപ്പോൾ അദ്ദേഹത്തിനും അതിൽ എതിർപ്പൊന്നും തോന്നാനിടയില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. സഭ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് പോവുകയാണ്, യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മുൻപിലും ചില അനുഭവങ്ങളും ചില തോന്നലുകളും ഒക്കെ അപ്രകാരമുള്ളത് കൊണ്ട് അദ്ദേഹം അതിനെയും എതിർത്തില്ല. അങ്ങനെ പറഞ്ഞ് അവസാനമാണ് അവർ എവിടെ നിന്ന് വരുന്നുവെന്നും ആരാണെന്നും വെളിപ്പെടുത്തുന്നത്. അവർ എംപറർ എമ്മാനുവൽ എന്ന അബദ്ധ ബോധ്യങ്ങളുടെ തടവുകാരാണ്. എംപറർ എമ്മാനുവലിന്റെ പ്രചാരകരാണ്. ഇത് ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ 2-3 അനുഭവങ്ങൾ എനിക്ക് ഓർമ്മയിൽ വന്നു. ഒന്ന് 2007 ആ സമയത്ത് കാൽവരി ധ്യാന കേന്ദ്രത്തിൽ മിക്കവാറും മാസങ്ങളിൽ നമ്മുടെ ധ്യാനം നടക്കുന്നുണ്ട്. ആ ധ്യാനങ്ങളിൽ പങ്കെടുത്തു എന്ന് അവകാശപ്പെടുന്ന ഒരു സഹോദരി എന്നെ വിളിക്കുകയാണ്. അവരെന്നെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ബ്രദറിന്റെ ധ്യാനം കൂടിയതാണ്, ധ്യാനം ഒത്തിരി ഇഷ്ടപ്പെട്ടു,
നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിക്കുകയാണ്, ഒന്നാം പ്രമാണത്തെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ, ഒന്നാം പ്രമാണത്തെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ എന്ന് ചോദിക്കുകയും അവരുമായി സംസാരിച്ചിരിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. അവർ വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് ഏതോ വിധേയനെ വ്യതിചലിച്ചിട്ടുണ്ട്. അവർ പറയുന്ന ബോധ്യങ്ങൾ സ്വീകരിക്കാവുന്നവയല്ല. ഞാൻ അവരോട് പറഞ്ഞു, എന്നെ പഠിപ്പിക്കാനായിട്ട് നീ വിളിക്കണ്ട, നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാം, എനിക്ക് പ്രബോധനം നൽകാനായിട്ട് വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. കൂട്ടത്തിൽ ഞാൻ അവളോട് പറഞ്ഞു, നിർബന്ധമായും നീ ഈ അബദ്ധബോധ്യങ്ങൾ തിരികെ വരണം, നീ ദേവാലയത്തിൽ പോകണം, കുമ്പസാരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, നീ തിരികെ വരണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഫോൺ കോൾ അവസാനിച്ചു. അതിനുശേഷം 2010 വീണ്ടും എനിക്ക് ഒരു കോൾ വരികയാണ്. ഇപ്രാവശ്യം കോൾ വരുന്നത് ഒരു സ്ത്രീ ശബ്ദം തന്നെയാണ്. അവൾ പറയുന്നു, ബ്രദറിന്റെ ധ്യാനം വളരെ ഇഷ്ടമാണ്, ബ്രദറിനെ എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ സംഭാഷണത്തിലുണ്ടായ ഈ വഴിമാറ്റം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പ്രാർത്ഥനയിൽ ദൈവവുമായ ആലോചന ചോദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നതോട് ഞാൻ അവളോട് പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല, നീ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുകയും ക്രിസ്തുവിന്റെ വചനത്തെ സ്വീകരിക്കുകയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവളുടെ ഈ വഴിവിട്ട സംസാരം ഞാൻ അവസാനിപ്പിച്ചു. അത് യഥാർത്ഥത്തിൽ ഒരു കുടുക്കാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ്, ആ ഫോൺ കോളിന് ശേഷം ചിന്തിക്കുമ്പോഴാണ് ഇത് 2007 വിളിച്ച ആ ശബ്ദവുമായി സാമ്യമുണ്ടോ എന്നൊരു ചിന്ത വന്നു. ഒരു ഒറ്റത്തവണ വിളിച്ചതുകൊണ്ട് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും എനിക്കൊരു തോന്നൽ അങ്ങനെ വന്നു. ഇതിനുശേഷം എറണാകുളത്ത് ഒരു വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 2 സഹോദരങ്ങൾ എന്നെ കാണാൻ വന്നു. ഈ വന്നവർ 2 പേരും ഇന്റർവൽ ടൈമിൽ ഞാൻ ഒരു സമയത്ത് ടോക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ എന്നെ വന്ന് കാണാനിടയായി. ഞങ്ങൾ സംസാരിച്ചു. വന്ന് വലിയ സ്നേഹത്തോടെയൊക്കെയാണ് സംസാരം തുടങ്ങിയത്. പെട്ടെന്ന് വിധം മാറി. എന്റെ വസ്ത്രധാരണത്തെ കുറിച്ചായി സംസാരം. നീ എന്താണ് ഇതിട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ വന്ന ആളുകളുടെ സ്വഭാവത്തിലുള്ള വ്യതിയാനവും ഇവരുടെ ആശയവും പെട്ടെന്ന് ഉള്ളിൽ തോന്നിയ, പരിശുദ്ധാത്മാവിലാണ് തോന്നിയ ഒരു ബോധ്യം കൊണ്ട് ഞാൻ അവരെ പറഞ്ഞയച്ചു, നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ടതില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ വിട്ടവരാരാണെങ്കിലും അവരോട് പറയുക ഇത് ഇവിടെ ചെലവാകില്ല എന്ന് പറഞ്ഞ് ആ സംഭാഷണം അവസാനിപ്പിച്ചു. അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ടാണ് പോയത്. പിന്നീട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇതിനുശേഷം ഒരു സഹോദരൻ, വിശ്വാസത്തിൽ വന്നൊരു സഹോദരൻ, ഇടയ്ക്ക് വെച്ച് അല്പം വഴിമാറ്റമുള്ളതായി തോന്നി. അദ്ദേഹത്തിന്റെ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ നിന്നാണ് എംബറർ എമ്മാനുവൽ എന്ന് പറയുന്ന അപകടകാരിയായ സംഘത്തെക്കുറിച്ച് അറിവ് കിട്ടുന്നു. അദ്ദേഹം അവിടെ കുറെ ഫോട്ടോഗ്രാഫുകളൊക്കെ കാണിച്ചു തന്നു, കൂടാരത്തെ സംബന്ധിച്ച് വിവരങ്ങൾ പറഞ്ഞു. ഈ വിവരങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അന്നാൾ മുതൽ വിശ്വാസത്തിനെ എതിർക്കുന്ന ഈ സംഘത്തിനെതിരെ ഞാൻ പ്രഘോഷണം നടത്താറുണ്ട്. ഇയാളെ കൂടെ ഞാൻ പ്രഘോഷിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെ എന്നോട് പറഞ്ഞു, അപകടകരമാണ് ഇത്തരം പ്രഘോഷണങ്ങൾ, അവർ വിചാരിക്കുന്ന പോലത്തെ ആളുകളല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ധൈര്യത്തോടെ ഈ സംഘത്തിനെതിരെ സംസാരിക്കുന്നത് അവർ ഈ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു പരിചയവുമില്ലാത്തൊരു സഹോദരന്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് നിരന്തരം അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും റാഞ്ചാനുള്ള ഒരു ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് സഹോദരനുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇടയിൽ ഇപ്പോൾ വ്യാപകമാണ് എന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുന്നത്. ഇത് വ്യാപകമാകാൻ കാരണം നൽകുന്ന ചില സാഹചര്യങ്ങൾ സഭയ്ക്കകത്തുള്ളതും ശ്രദ്ധേയമാണ്. പലതരത്തിലുള്ള വഴിപിരിച്ചുകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകളെ മുതലെടുക്കാനും കത്തോലിക്ക സഭയെ ആക്ഷേപിക്കാനും അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു വിശ്വാസ കൂട്ടായ്മ എന്ന നിലയ്ക്ക് ആളുകളെ റാഞ്ചി എടുക്കാനും ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇത്തരത്തിലുള്ള ഫോൺ കോളുകളെ, ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളെ ശ്രദ്ധിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ അവർ പറയുന്നത് എന്ന് തിരിച്ചറിയണം എന്നതുകൊണ്ടാണ് ഇപ്രകാരം ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും സഭയ്ക്കകത്ത് സഭാവിരുദ്ധമായ ചില ഗ്രൂപ്പുകൾ ഉടലെടുക്കാറുണ്ട്. സഭയുടെ വിശ്വാസ ബോധ്യങ്ങളെ എതിർക്കുന്നവർ, സെക്റ്റുകളായി വരുന്നവർ. ചിലപ്പോഴൊക്കെ സെക്റ്റുകൾ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ആ ആശയങ്ങളുടെ കുറെ കാലം ആളുകളെ നയിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഇത്തരം ചിന്തകൾ, വിഘടിത ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് വിശ്വാസത്തെ ക്ഷയിപ്പിക്കാനാണ് എന്ന കാര്യം ഓർക്കണം. എംബറർ എമ്മാനുവൽ എന്നതൊരു പുതിയ സംഭവമല്ല. ഇതിന് സമാനമായ നിരവധി ഗ്രൂപ്പുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്.
അവയൊക്കെ അനേകരെ വഴിതെറ്റിക്കുകയും അവസാനം വീണുപോവുകയും ചെയ്ത അനുഭവങ്ങൾ മുൻകാലങ്ങളിലുണ്ട്. എംപറർ എമ്മാനുവൽ എന്താണ് എന്നത് ചിന്തിക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം. എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമേഷൻ, പിന്നെ അതിൻ്റെ ആശയഗതി എന്താണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ആശയഗതിയാണ്. കാരണം സംസാരിക്കുന്നവർ അവരുടെ സ്ട്രക്ചറലായ കാര്യങ്ങളെ, ഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചല്ലല്ലോ പറയുക, അല്ലെങ്കിൽ അത് ഉടലെടുത്ത ചരിത്രത്തെക്കുറിച്ചല്ലല്ലോ പറയുക, അവർ ആശയങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ആശയപരമായി എന്ത് വൈരുദ്ധ്യമാണ് കത്തോലിക്ക സഭയിൽ നിന്നും ഇത്തരം കൂട്ടർക്കുള്ളത് എന്ന് തിരിച്ചറിയണം. എംപറർ എമ്മാനുവൽ എന്നത് സത്യവിശ്വാസത്തിന് നേർവിപരീതമായ ഒരു കാര്യമാണ് എന്ന് ആദ്യമേ ഹൃദയത്തിൽ ഉറപ്പിക്കുക. കാരണം സഭയ്ക്കകത്ത് നമുക്ക് വിയോജിപ്പുകളോ ശുശ്രൂഷകരുടെയോ പുരോഹിതരുടെയോ സന്യസ്തരുടെയോ ഒക്കെ പ്രവൃത്തികളോട് നമുക്ക് വിയോജിപ്പോ എതിർപ്പോ ഒക്കെ ഉണ്ടാകും. ഇത് സ്വാഭാവികമാണ്. ഇത്തരമുണ്ടാകുന്ന എതിർപ്പുകളെ സഭയ്ക്കെതിരായ എതിർപ്പുകളായി നമ്മൾ കാണരുത് എന്നതാണ് പ്രഥമമായി ശ്രദ്ധിക്കേണ്ടത്. സഭയ്ക്കകത്തുണ്ടാകുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റം വിശ്വാസ വ്യതിചലനത്തിന് കാരണമാകരുത്. സഭ ഒരു വ്യക്തിയല്ല, സഭയിലുള്ള അനേകം വ്യക്തികളാണ്. ഈ വ്യക്തികളുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകാം. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സഭയുടെ വിശ്വാസ ബോധ്യങ്ങളിലാണ്. സഭ പ്രധാനമായും വിശ്വസിക്കുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ആ വിശ്വാസ ബോധ്യങ്ങൾക്ക് അനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് പരിശോധിക്കണം. വ്യക്തിപരമായ പരിശോധനയാണ് ഏറ്റവും അഭിലഷണീയമായിട്ടുള്ളത്. സഭയ്ക്കകത്ത് കുറവുകളും പോരായ്മകളും ഉള്ളത് ചർച്ച ചെയ്യാവുന്ന വേദികളിൽ നമുക്ക് ചർച്ച ചെയ്യാം. വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ വിരോധമില്ല. പക്ഷെ അതൊന്നും സഭയിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു കാരണമായി മാറരുത് എന്ന കാര്യം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളോട് ഉചിതമായി അല്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെരുമാറ്റത്തെ പ്രതി സഭയുടെ ചുമലിൽ അതിന്റെ കുറ്റം ഏൽപ്പിക്കരുത്. നമ്മളത് ബോധ്യപ്പെടണം. വ്യക്തികൾ ചേർന്നാണ് സഭ. വ്യക്തികൾക്ക് പിഴവുകൾ ഉണ്ടാകാം. സഭ യേശുവിന്റെ ശരീരമാണ്, സഭ പരിശുദ്ധയാണ്. അതുകൊണ്ട് സഭയിലേക്കാണ് നമ്മുടെ വിശ്വാസവും ബോധ്യവും എത്തിച്ചേരേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് 7 കാര്യങ്ങളെ നമുക്ക് കാണാം. ഒന്ന്, പരിശുദ്ധ ത്രിത്വം, ദൈവത്തിൽ 3 ആളുകൾ, ഏകദൈവം. അതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. രണ്ടാമത്, ദൈവത്തിന്റെ പുത്രനായ, ദൈവത്തിലെ രണ്ടാമത്തെ ആളായ യേശുവിന്റെ മനുഷ്യാവതാരം. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് യേശു ജനിക്കുന്നു, മനുഷ്യനായി അവതരിക്കുന്നു. മൂന്നാമത്, പന്തിയോസ് പീലാത്തോസിന്റെ കാലത്തെ പീഡാസഹനം, കുരിശുമരണം, യേശുവിന്റെ പ്രഘോഷണം അടക്കമുള്ള കാര്യങ്ങൾ, അവയിൽ വിശ്വസിക്കണം. നാലാമത്, യേശുവിന്റെ ഉദ്ധാനത്തിൽ വിശ്വസിക്കണം. അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തു. അവിടുത്തെ ഉയർപ്പാണ് ഉദ്ധാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചവരിൽ ഉയർത്തു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഉയർപ്പിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്. യേശുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ അതോടൊപ്പം നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിലാണ് സഭ നയിക്കപ്പെടുന്നത്. ആത്മാവിനെ അവിടെ നിന്ന് വർഷിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആത്മാവിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കണം. ആറാമത്, കത്തോലിക്ക തിരുസഭയിൽ വിശ്വസിക്കണം. കത്തോലിക്ക തിരുസഭയാണ് വിശ്വാസം നമുക്ക് പകർന്നു തന്നത്. അതുകൊണ്ട് സഭയാണ് വിശ്വാസത്തിന്റെ കേന്ദ്രം. ഏഴാമത്, നമ്മുടെ മാമോദീസയിൽ രക്ഷയുടെ കൂദാശയിൽ വിശ്വസിക്കണം. ഇപ്രകാരം വിശ്വസിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ മുൻപോട്ടുള്ള നമ്മുടെ യാത്ര സുഗമമായി തീരൂ, യാഥാർത്ഥ്യമുള്ളതായി തീരൂ. ഇതിന് നേർ വിപരീതമായ കാര്യങ്ങളാണ് എംപറർ എമ്മാനുവൽ പഠിപ്പിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം യേശുവിന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ചാണ്. യേശു ഭൂമിയിൽ അവതരിച്ചിട്ടില്ലെന്നും പിതാവായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ എംപറർ എമ്മാനുവൽ രക്ഷകൻ ഇതുവരെ ജനിച്ചിട്ടില്ലെന്നും കന്യകയിൽ നിന്ന് ജനിക്കുന്ന എംപറർ എമ്മാനുവൽ ഈ അടുത്ത കാലത്ത് ജനിക്കുമെന്നും കുറച്ചു കഴിഞ്ഞ് അങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ട് ഈ അടുത്ത് എന്ന്, അത്ഭുത ശിശുവായിട്ട് ജനിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഇവർ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷാകര രഹസ്യത്തെ നേർ വിപരീതമായി വരച്ചു കാട്ടുകയാണ് എംപറർ എമ്മാനുവൽ. ഇത് ആദ്യഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ ഇത് സൂചിപ്പിക്കണമെന്നില്ല. ക്രമേണയാണ് ഇതിലേക്കൊക്കെ കൊണ്ടുപോവുക. ആദ്യം പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായി ആരെയും പഠിപ്പിക്കുന്നില്ല. പിതാവായ ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറയുന്നത്. ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം യേശുവിനെ തള്ളിപ്പറയുക എന്നുള്ളതാണ്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ അവർ പറയില്ല. യേശുവിനെയും രക്ഷയെയും നിഷേധിക്കുന്നതിനാൽ തന്നെ ഇവർ തിരുസഭ, കൂദാശകൾ, സഭയുടെ ഹൈരാർക്കി അവയൊന്നും അംഗീകരിക്കുന്നില്ല. അവയൊക്കെ നിഷേധിക്കും. അവയ്ക്കൊക്കെ ന്യൂനതകൾ കണ്ടെത്താനായിട്ട് ഇവർ ശ്രമിക്കും. സഭാവിമർശനമാണ് പ്രധാനമായിട്ടും ഇവരുടെ കയ്യിലുള്ളത്. കൂദാശകൾ അവർ അംഗീകരിക്കുന്നില്ല. എങ്കിലും സഭയിൽ നിന്ന് വിട്ടുപോയ, അവരുടെ വലയിൽ കുടുങ്ങിയ 2 വൈദികരെ ഉപയോഗിച്ചുകൊണ്ട് കുമ്പസാരവും കുർബാനയും
അവർ ഈ കൂടാരത്തിൽ നടത്തുന്നുണ്ട്, ധ്യാനങ്ങൾക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. പറയുമ്പോൾ എപ്പോഴും പുരോഹിതരെ അവഹേളിക്കുന്ന സംസാരമാണ് അവരുടെ ഭാഗത്തുണ്ടാകുക. അവിടെ കാണിക്കുന്ന ഒരു വീഡിയോയിൽ, അവിടെ ഈ പോയ ഒരു സഹോദരനോട് പറഞ്ഞാണ്, അവിടെ കാണിക്കുന്ന വീഡിയോയിൽ ഇങ്ങനെ പുരോഹിതന്മാർ നരകാഗ്നിയിൽ കിടന്ന് വേകുന്നതിന്റെ വിലപിക്കുന്നതിന്റെയൊക്കെ ചിത്രം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവരൊക്കെ പാപികളാണ്, പുരോഹിതനാരും നല്ലവരല്ല എന്നൊരു പാഠം അവർ അതിനകത്തൂടെ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുർബാനയും കുമ്പസാരവും ഒക്കെ നടത്തുന്നു, കൂദാശകളിലൂടെ കൊണ്ടുപോകുന്ന വ്യാജം കാട്ടിയാണ് ആളുകളെ മയക്കി നിർത്തുന്നത്. ആദ്യത്തെ ഘട്ടത്തിലുള്ള ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഇവയെല്ലാം കേൾക്കാൻ കഴിയും. തങ്ങളും കത്തോലിക്ക ആധ്യാത്മികതയിലാണെന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ഈ കൂടാരത്തിനകത്ത് നടക്കുന്ന കുർബാനയും കൂദാശയും എന്ന പരിപാടിയാണ്. ഇത് യാഥാർത്ഥ്യമല്ല, കൂദാശയല്ല, പക്ഷെ അതിന്റെ ഭാവേന അവർ കാണിക്കുന്നു. ഒപ്പം തന്നെ അവർ ഉപയോഗിക്കുന്നത് POC ബൈബിളാണ്. ഈ POC ബൈബിൾ അല്ലാതെ മറ്റൊരു ബൈബിളിനെ കുറിച്ച് പറയാൻ അവർക്ക് അറിയില്ല. വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് മണ്ണാർക്കാട് ഉണ്ടായിരുന്ന ഒരു പുരോഹിതൻ ഇവരെ വെല്ലുവിളിച്ചൊരു അനുഭവം എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഇടവകയിൽ ഇവർ ഈ നോട്ടീസുകൾ ഇങ്ങനെ പ്രചാരം നടത്തി, അവരൊന്നും അഡ്രസ് ഇല്ല. അങ്ങനെ അദ്ദേഹം അത് കണ്ടെത്തി അവരുമായി ഒരു സംവാദത്തിന് അവർ ക്ഷണിച്ചു. അപ്പൊ അവരും തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വെച്ചൊരു ഡിമാൻഡ്, ഗ്രീക്ക് ബൈബിളും ഇംഗ്ലീഷ് ബൈബിളും മലയാളം ബൈബിളും വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കൂ, അതിന് തയ്യാറാണെങ്കിൽ വരണം. അവർ വന്നില്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് ജ്ഞാനമില്ല. ഇത് ഉള്ളത് ഈ പറഞ്ഞ അബദ്ധ ബോധ്യങ്ങൾ മാത്രമാണ്. ഈ അബദ്ധ ബോധ്യങ്ങൾ ഇവരുടെ സ്വന്തമായ ബോധ്യങ്ങളുമല്ല. ഇത് മുൻകാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായ ചില സെക്റ്റുകൾ, ചില സംഘടനകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവയൊന്നും വിശ്വാസ വഴിയിലല്ല ചരിച്ചിരുന്നത്. അത് ക്രിമിനൽ സംഘങ്ങളായി മാറുകയും അവയൊക്കെ അവസാനം അധപ്പതിക്കുകയും ചെയ്തതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അത്തരമുള്ള സംഘങ്ങൾ ഉന്നയിച്ച 1000 വർഷത്തെ ഭരണം, രക്ഷകൻ എമ്മാനുവൽ എംബർ എന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്വന്തമായിട്ടാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ ഒരു വിശുദ്ധ മാർഗം തുറക്കുന്നുവെന്ന ഭാവേനയാണ് വരിക. ഇതിൽ അനേകം കത്തോലിക്കർ കുടുങ്ങാറുണ്ട്. കത്തോലിക്കർ കുടുങ്ങാനുള്ള പ്രധാന കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവുമ്പോൾ, എന്തെങ്കിലുമൊക്കെ അശുദ്ധ ബോധ്യങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് തങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചൊക്കെ വീഴുന്നവരാണ്. പ്രധാനമായും വിശ്വാസത്തിന്റെ അടിസ്ഥാന ബോധ്യങ്ങളെ കുറിച്ചുള്ള ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് ഈ കാര്യത്തിലാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നവരോ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ വ്യക്തിപരമായി ഇടപെട്ടോ സംസാരിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ തക്ക വിധം ദുർബലമായി പോകരുത് നമ്മുടെ മനസാക്ഷി. വിശ്വാസ ബോധ്യങ്ങൾ എന്തെന്ന് അടിയുറപ്പോടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ആ ഒരു ബോധ്യമില്ലാതെ പോകുന്നവരെയാണ് ഇത്തരക്കാർ റാഞ്ച്. മാത്രമല്ല, ഒരു കരസ്മാറ്റിക് രംഗത്ത് വന്ന് ധ്യാന ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് വിശ്വാസത്തിലേക്ക് വളരുന്നു എന്ന് തോന്നുന്ന ആളുകൾ അവർ കുറെയൊക്കെ സ്വന്തം ബോധ്യങ്ങളിലൊക്കെ കുടുങ്ങിപ്പോകാനിടയുണ്ട്. അതുപോലെ കേൾക്കുന്ന പ്രഘോഷങ്ങളിൽ നിന്നും അവർ മനസ്സിലാക്കിയെടുക്കുന്ന ചില കാര്യങ്ങൾ ഈ പറഞ്ഞവരുമായി യോജിച്ചു പോകാവുന്നതായിട്ട് കാണും. അങ്ങനെ കാണുമ്പോഴാണ് അത്ഭുതപൂർവമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വീണു പോകുക. ഇപ്പൊ മാതാവ് ഒന്ന് സംസാരിക്കുന്നു, പ്രത്യക്ഷപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു താല്പര്യവും ഒരു ഉത്കണ്ഠയൊക്കെ സ്വാഭാവികമായിട്ട് ജനിക്കും. അതിനെയൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഈ കത്തോലിക്ക വിഭാഗത്തിനകത്ത് തന്നെയാണ് എന്ന വ്യാജേന ഇവർ ആളുകളെ കുടുക്കിലാക്കുന്നത്. രണ്ടാമത്തെ വിഷയം, പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് വലിയ താല്പര്യമാണല്ലോ. അപ്പൊ പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയുന്നവരെ നമ്മൾ അംഗീകരിക്കില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെ അഭിഭാവുകത്വം കൊടുത്ത് കുറെ കൂടി മെച്ചപ്പെട്ട ആളാക്കി ദൈവം തന്നെയാക്കി മാറ്റിയാൽ നമുക്കൊക്കെ സന്തോഷമാവും. കുറെ ആളുകൾ അങ്ങനെയുണ്ട്. മാതാവിനെ എക്സാഗ്രേറ്റ് ചെയ്ത് മാതാവ് പരിശുദ്ധ എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ് എന്ന് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നവർ. അത് ഈ ഭക്തി വൈകാരികമായി മാറുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. അത്തരക്കാരെ വീഴ്ത്താനായിട്ടാണ് ഇവർ പറയുന്നത് പരിശുദ്ധ അമ്മ ത്രിത്വത്തിൽ ഒരാളാണ്, ദൈവം തന്നെയാണ്, ദൈവിക സത്തയിൽ നിന്ന് തന്നെയാണ് യേശു ജനിച്ചത്, മാനുഷികത അതിനകത്തില്ലെന്നാണ് ഇവർ പറയുക. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തെ നിഷേധിക്കുന്നവരാണ് ഇവർ. നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസ് പഠിപ്പിച്ച വിശ്വാസ പ്രമാണത്തിനെതിരായിട്ടാണ് ഇവർ ചുവടുവെക്കുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ പരിശുദ്ധ അമ്മ ത്രിത്വത്തിനകത്താണെന്ന് പറയുമ്പോൾ ത്രിത്വം എന്നത് എന്താണെന്നത് അവിടെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. ഇതിന് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 25 മുതൽ 27 വരെയും, വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇവർ ഈ കാര്യം സാധിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായി പറയാൻ ഈ വീഡിയോയിൽ സമയമില്ല. എങ്കിലും ഈ തെറ്റായ വ്യാഖ്യാനത്തിലൂടെയാണ് ത്രിത്വത്തെ അവഹേളിക്കുന്ന, അല്ലെങ്കിൽ ത്രിത്വ രഹസ്യത്തെ അവഹേളിക്കുന്ന സിദ്ധാന്തം ഇവർ അവതരിപ്പിക്കുക. ഇതിൽ കുടുങ്ങിപ്പോകാൻ ഇടയുണ്ട്. അത് മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മ ഏറ്റവും പരിശുദ്ധയാണ്.
നമ്മുടെ അമ്മയാണ്, ദൈവത്തിന്റെ അമ്മയാണ്, ഒപ്പം തന്നെ മനുഷ്യ സ്ത്രീയാണ്. ഒരു കാരണവശാലും ദൈവമാതാവിനെ അതിഭാവുകത്വം കലർത്തി ദൈവം തന്നെയാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, നേരിട്ട് ജനിച്ചതാണെന്നുള്ള പ്രഘോഷണങ്ങളിൽ പെട്ടുപോകരുത്. അത്തരം പ്രഘോഷണങ്ങൾ ഇത്തരക്കാർക്ക് എളുപ്പം ആളുകളെ വലയിൽ കൊടുക്കാനുള്ള ചില എളുപ്പ വഴികളായിട്ട് മാറും. അത്തരം പ്രഘോഷണങ്ങളെ നമ്മൾ വിശ്വസിക്കുകയോ അതിന് നമ്മൾ ഏറ്റുപറയുകയോ ചെയ്യരുത്. കാരണം ആ വഴി ഇവർക്ക് ആളെ പിടിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറിത്തീരും എന്നുകൂടി നമ്മൾ ഓർക്കണം. വിശ്വാസത്തിന്റെ വ്യതിചലനങ്ങൾ അബദ്ധവിശ്വാസങ്ങളിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് മനുഷ്യ സ്ത്രീയാണ് എന്ന കാര്യവും ദൈവത്തിന്റെ അമ്മയും നമ്മുടെ അമ്മയുമാണെന്നുള്ള കാര്യവും പരിശുദ്ധമ്മ അമലോത്ഭവയാണെന്നുള്ള കാര്യവും ഒക്കെ നമുക്ക് ഉറപ്പുണ്ടാകണം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് 4 കാര്യങ്ങളാണ് സഭ പഠിപ്പിക്കുന്നത്. ആ കാര്യങ്ങളിൽ സഭ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവൾ ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്, സ്വർഗാരൂപതയാണ്. ഇത് സഭയുടെ ഡോഗ്മയാണ്, വിശ്വാസ സത്യങ്ങളായിട്ട് സഭ പറയുന്ന കാര്യങ്ങളാണ്. സഭ മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ കവിഞ്ഞ പാഠങ്ങൾ, ഇതിൽ കവിഞ്ഞ എന്തെങ്കിലും അതിഭാവുകമായ കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അത് വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. സഭ പഠിപ്പിക്കുന്ന ഈ 4 വിശ്വാസ സത്യങ്ങളും ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്: പരിശുദ്ധ മാതാവ് മനുഷ്യ സ്ത്രീയാണ്, ദൈവമല്ല. മനുഷ്യനിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നത്, മനുഷ്യാവതാരമാണ് ക്രിസ്തുവിൻ്റെത്. അത് സഭയുടെ അടിസ്ഥാന പ്രബോധനമാണ്. അതുകൊണ്ട് അതിനെ തെറ്റിക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ച നിശ്ചയമായിട്ടും അത്തരം പ്രഘോഷണങ്ങളെ തള്ളിക്കളയാണ് വേണ്ടത്. എംപറർ ഇമ്മാനുവൽ അവരുടെ അണികളെയും വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അനേകരെയും വഴിതെറ്റിക്കുന്നത് ലോകാവസാനത്തെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. 4 പ്രാവശ്യമാണ് അവർ പറഞ്ഞത്. 2010, 12, 14, 20 ലോകം അവസാനിക്കുന്നവർ പറഞ്ഞിരുന്നു. ഇങ്ങനെ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ട് വരുന്ന ദുരന്തങ്ങളെയൊക്കെ കാട്ടി ലോകം അവസാനിക്കാറായി, കാലത്തിന്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത്, അവസാന നാളുകളായി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ആളുകളെ, രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ വേഗം കൂടി വരാൻ വേണ്ടി പറഞ്ഞ് നിർബന്ധിക്കാം. അതേപോലെ തന്നെ അവരുടെ സ്വത്തുവകളൊക്കെ വിറ്റ് ഇത് കൂടാരത്തിനായിട്ട് നൽകി 144 ലക്ഷം പേരിൽ നിങ്ങളും പെടണം, രക്ഷിക്കപ്പെടുന്നവരിൽ നിങ്ങളും പെടണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലെ പ്രതീകാത്മകമായ ചിത്രങ്ങളെയും അതേപോലെ തന്നെ ഈശോ തന്നെ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ലോകാവസാനം അടുത്തിരിക്കുന്നു എന്ന് അവർ പഠിപ്പിക്കുന്നത്. ഇത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഇത്തരം വ്യാഖ്യാനങ്ങൾ പെടേണ്ടതല്ല. അതിന് ഒരു ലക്ഷ്യമുണ്ട്. ക്രിസ്തുവിന്റെ പഠനങ്ങൾക്ക് വെളിപാട് പുസ്തകം സാധാരണ രീതിയിൽ മാനുഷികമായി വ്യാഖ്യാനം ചെയ്യാനുള്ള വകയല്ല, അക്ഷരാർത്ഥത്തിലല്ല അവയൊന്നും വ്യാഖ്യാനം ചെയ്യുന്നത്. അതൊക്കെ വിശ്വാസ ബോധ്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കേണ്ടത്. ഇപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പറയുള്ളൂ, ഉൽപ്പത്തി കഥയാണെന്ന് പറയുമ്പോൾ പലർക്കും അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. ഈ കഥയാണ് എന്നത് ഒരു തിരിച്ചറിവുണ്ടാകണം. ഉൽപ്പത്തി അങ്ങനെ ഒരു കഥയാണ് എന്ന് മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് മാർഗഭ്രംശം ഉണ്ടാകും. അതേപോലെ തന്നെ വെളിപാടിനെ സംബന്ധിച്ചും ഈ വരാൻ പോകുന്ന ലോകാവസാനമായി, അന്ത്യനാളുകളായി, ഇപ്പൊ തന്നെ രക്ഷകൻ വീണ്ടും വരും എന്ന് പറയുന്ന തരത്തിലുള്ള പഠനങ്ങളും ഭീഷണികളും ഒക്കെ വാസ്തവത്തിൽ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാ അവിടെ, അതാ അവിടെ എന്ന് പറയും, അനേകർ വഴിതെറ്റും എന്ന്. അതുകൊണ്ട് ആ വഴിതെറ്റിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് ഉറച്ച വിശ്വാസ ബോധ്യമുണ്ടാണ്. സഭ നൽകുന്ന പ്രബോധനങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. രാജാവായ എംപറർ ഇമ്മാനുവലിന്റെ ആഗമനം ആസന്നമായിരിക്കുന്നു എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇതിന് പുതിയ നിയമത്തിലെ തന്നെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുക. ഇതിനായിട്ട് യാക്കോബ് 5:9 അവർ പറയും, കർത്താവ് വാതിക്കലെത്തിയിരിക്കുന്നു. ആ വചനം പറഞ്ഞിട്ടാണ് അവൻ ഏറ്റവും അടുത്താണ് വരിക എന്ന് പറയുക. ഫിലിപ്പിയർ 4:5, 1 പത്രോസ് 4:7 പറഞ്ഞിട്ട് അവൻ എത്തിക്കഴിഞ്ഞു എന്നവർ പഠിപ്പിക്കും. ഈ വചനഭാഗങ്ങൾ മാത്രം കോട്ട് ചെയ്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ആഗമനം അത്യാസന്നമായിരിക്കുന്നു, ഇപ്പൊ തന്നെ അവിടെ നിന്ന് വരും എന്ന രീതി പഠിപ്പിക്കുന്നത്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ യേശുവിന്റെ 2ാം വരവ് എന്ന അർത്ഥത്തിലല്ല. ക്രിസ്തുവിന്റെ ആഗമനം, രക്ഷകന്റെ ആഗമനം, എംപറർ ഇമ്മാനുവലിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. ഹെബ്രായർ 10:25 പറഞ്ഞിട്ട് പറയും അവന്റെ ആഗമനം ആസന്നമായെന്ന് പറയും. അതേപോലെ തന്നെ വെളിപാട് 3:11, 22:7 പറഞ്ഞിട്ട് പെട്ടെന്ന് വരുന്നു. അതുകൊണ്ട് എംപറർ ഇമ്മാനുവൽ പെട്ടെന്ന് വരുന്നു എന്ന് പറയുന്ന ഒരു ചിത്രീകരണം അവർ നടത്തും. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ ഇത്തരക്കാർക്ക് വിരുദ്ധുണ്ട്. ദുർവ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രയോഗമാർഗം വചനത്തെ അടർത്തിയെടുക്കുക എന്നുള്ളതാണ്. വചനത്തെ അതത് ഭാഗങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് തങ്ങളുടെ ആശയം പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഈ ശൈലി ശരിയല്ലെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ വചനം എടുത്ത് കോട്ട് ചെയ്തിട്ട് അതിലൂടെ തങ്ങളുടെ ആശയങ്ങൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തെ നമ്മൾ എതിർത്ത് സംസാരിക്കാറുള്ളത്. ആരോടും പ്രത്യേക വിയോജിപ്പ് കൊണ്ടുള്ളതല്ല. ഇത്തരം സുവിശേഷ പ്രഘോഷണങ്ങൾ ഇവരിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണ് നമ്മൾ കാണണം.
ഇത്തരം പ്രഘോഷങ്ങളിലുള്ളവർക്ക് പെട്ടെന്ന് വഴിമാറിപ്പോകാൻ കഴിയും. കാരണം അവരുടെ ഉള്ളിൽ നേരത്തെ തന്നെ ഈ ബോധ്യമുണ്ട്, ഇങ്ങനെ വചനം ഉപയോഗിക്കുന്നതിന്റെ പെശക് അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഈ പ്രയോഗവും ശരിയാണ് തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഘോഷകരാണെങ്കിലും സുവിശേഷം കേൾക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, വചനത്തെ എവിടെ നിന്നെങ്കിലും എടുത്ത് പിക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന പരിപാടി, ഓരോ കോട്ടെടുത്ത് തങ്ങൾ പറയുന്ന ആശയങ്ങളെ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതി കത്തോലിക്കമല്ല. അത്തരം രീതികളെ നാം നിഷേധിക്കേണ്ടതുണ്ട്. സുവിശേഷം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവിന്റെ ആഗമനത്തിന്റെ ദിവസം ആർക്കും അറിഞ്ഞുകൂടാ. മത്തായി സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 42-ാം തിരുവചനത്തിൽ. മാത്രമല്ല 2 പത്രോസ് 3:8 പറയും, കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 വർഷം പോലെ, 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയാണ്. അതായത് ദൈവത്തെ സമയപരിധിക്ക് ഒതുക്കാവുന്നവരല്ല. ഈ സമയം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യവുമില്ല. കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിനുള്ളിൽ ഒരുക്കമാണ് സഭ. സഭയിൽ കുർബാന അപ്രകാരം ആ ഒരുക്കമാണ് കാണിക്കുന്നത്. കർത്താവ് വേഗം വരണമേ എന്ന പ്രാർത്ഥന നിരന്തരമായി സഭ ഉയർത്തുന്നു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1204 കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിന്റെ മുന്നാസ്വാദനമാണ് ഓരോ വിശുദ്ധ ബലി എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ കവിഞ്ഞ ഉത്കണ്ഠയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. നമ്മുടെ ജീവിതം ഓരോ നിമിഷവും കർത്താവിന്റെ സന്നിധിയിലാണ്. ഓരോ ദിവസവും നമ്മുടെ അവസാന ദിവസമാണ്. അതുകൊണ്ട് ദൈവത്തെ പ്രതീക്ഷിക്കുക ഹൃദയത്തിൽ എപ്പോഴും. അത് ഈ ലോകാവസാനത്തെ വെച്ച് കണക്കൂട്ടാനല്ല, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്നും നമ്മെ വിളിക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയണം. ഒപ്പം തന്നെ സഭയുടെ വിശുദ്ധീകരണത്തിന്റെ അന്ത്യത്തിലാണ് നിശ്ചയമായിട്ടും 2ാം ആഗമനം ഉണ്ടാകുക എന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും വേണം. ലോകാവസാനം എടുത്തു, കർത്താവ് വീണ്ടും വരാറായി, അല്ലെങ്കിൽ എംബർ റഹ്മാനുവൽ വരാറായി എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അതായത് വിശ്വസിക്കുന്നവരൊക്കെ അവർക്കുള്ളത് വിറ്റ് അതെല്ലാം കൂടാരത്തേക്കുള്ളിൽ കൊടുത്ത് അവർ അവിടുത്തെ അംഗങ്ങളായി മാറണം. അപ്പൊ വ്യക്തിബന്ധങ്ങളെ മാറ്റണം, കുടുംബബന്ധങ്ങളിൽ നിന്ന് കകരണം. ഇവർക്ക് വേറെ ആരായിട്ട് ബന്ധം പാടില്ല. ഇവർ വിശുദ്ധ ജനമാണെന്ന് സ്വയം തെറ്റിദ്ധരിക്കുകയും കർത്താവ് വരാൻ സമയമായി, എംബർ റഹ്മാനിൽ വരാൻ സമയമായി, രക്ഷയുടെ സമയമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ താമസിക്കുകയും ചെയ്യണം. അങ്ങനെ തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കാനും സ്വത്ത് സ്വരൂപിക്കാനുള്ള മാർഗമായിട്ടാണ് എംബർ റഹ്മാനുവൽ ഈ പ്രചാരണം നടത്തുന്നത്. ഇനി മറ്റൊരു പഠനം പറയുന്നത്, തങ്ങളുടെ കൂടാരത്തിൽ എത്തിപ്പെടുന്ന 1,44,000 പേർ മാത്രമേ രക്ഷപ്പെടൂ എന്നാണ്. സഭയാണ് ഈ 1,44,000 എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുൻപൊരു ടോക്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ എണ്ണം പറയുന്നത് രക്ഷയിലേക്ക് വരുന്നവർ ഇവർ മാത്രമാണെന്ന് പറയുന്ന പ്രലോഭനം അനേകരിലേക്ക് ഉയർത്തുന്നു. ഇങ്ങനെയുള്ള വിശ്വാസ സംബന്ധമായ തെറ്റിദ്ധാരണകൾ പടർത്തിക്കൊണ്ടാണ് എംബർ റഹ്മാനുകൾ നിലനിൽക്കുന്നത്. ഇനി ഇതിന്റെ ഘടനയെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ നിരവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഈ അശുദ്ധ ബോധ്യങ്ങൾ നിങ്ങൾ കേൾക്കാനിടയായാൽ, ആരെങ്കിലും നിങ്ങൾ പറയാനിടയായാൽ ആദ്യം തന്നെ തിരിച്ചറിയുക. ഇത്തരം പ്രഘോഷണങ്ങളിലേക്ക് പോകേണ്ടതില്ല. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സഭ യഥാർത്ഥത്തിൽ വിശ്വാസ പ്രഘോഷണം നടത്തുന്നുണ്ട്. സഭയുടെ വിശ്വാസ പ്രബോധന മാർഗങ്ങളിലേക്ക് നമ്മൾ തിരിയണം. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചാക്രിക ലേഖനങ്ങളും കത്തോലിക്ക മതബോധന ഗ്രന്ഥവും ഒക്കെ വായിക്കാൻ തുടങ്ങണം. അറിയാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു, POC ബൈബിൾ വായിച്ചു, അതിൽ തോന്നിയ വണ്ണം അത് വ്യാഖ്യാനിക്കാനല്ല. ദൈവശാസ്ത്രപരമായിട്ട് എന്താണ് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം എന്താണ് സഭയുടെ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് തിരിച്ചറിയണം. ഇത് നമുക്ക് വ്യക്തിപരമായി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഇത് ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങിച്ച് പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമാവണമെന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാമല്ലോ. നമുക്ക് ഇടവകയിലൊരു വികാരി അച്ഛനുണ്ട്, അച്ഛനോട് സംശയം ചോദിക്കാമല്ലോ. അച്ഛന്മാര് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്, തിയോളജിയൊക്കെ പഠിച്ചു വന്നിട്ടുള്ളത്, അവരോട് ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാനാണ്. പലപ്പോഴും നമ്മൾ അവരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അവരോട് ചോദിക്കുന്നില്ല. ഇവർ സംശയം ഉണ്ടാകുമ്പോൾ, തെറ്റായ ഒരു ആശയം കേൾക്കുമ്പോൾ ഈ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ഇടവകയിൽ ഒരു ഇടയനെ തന്നിട്ടുണ്ട്. ഇടയന്റെ ധർമ്മം പ്രധാനമായിട്ട് കുഞ്ഞാടുകളെ നയിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ ഇപ്പോ പുരോഹിതരൊക്കെ കുർബാന ചെല്ലുന്നവരാക്കി മാറ്റി നിർത്തിയേക്കാണ്. അങ്ങനെ അല്ലാതെ അവരോട് ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ തുടങ്ങണം. അങ്ങനെ കാര്യങ്ങൾ അറിയാനുള്ള ശ്രമം നമ്മൾ നടത്തണം. സഭ നടത്തുന്ന പ്രഘോഷണങ്ങളെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ തെറ്റായ വഴികളിലേക്കുള്ള നമ്മുടെ വീഴ്ചകൾ നമുക്ക് നിയന്ത്രിക്കാനാവൂ, നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ അകറ്റി നിർത്താനാവൂ. നുഴഞ്ഞുകയറ്റക്കാരാണ് പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്രകാരം വരുന്ന നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയണം. എംബർ റഹ്മാനുവലിന്റെ ഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയാം. ആദ്യമേ നമ്മൾ തിരിച്ചറിയേണ്ടത് വിശ്വാസപരമായി വീഴ്ചകൾ ഉണ്ടാക്കുന്ന ഇത്തരം പ്രഘോഷണങ്ങളെ നാം നേരിടണം.
പഴയ നിയമത്തിൽ ഊന്നിയതും പഴയ നിയമ കേന്ദ്രീകൃതവുമായ പ്രഘോഷണങ്ങൾ, അതേപോലെ പരിശുദ്ധ ദൈവമാതാവിനെ അതിവൈകാരികമായി അവതരിപ്പിക്കുന്ന ദൈവത്തിൽ നേരിട്ട് വന്നു എന്നുള്ള രീതിക്കുള്ള പ്രഘോഷണങ്ങൾ, അതേപോലെ ലോകാവസാനത്തെ സംബന്ധിച്ച് രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രഘോഷണങ്ങൾ, ഇത്തരം പ്രഘോഷണങ്ങളുമായി ആരെങ്കിലും നമ്മെ സമീപിക്കാൻ ഇടയാകരുത്. വാസ്തവത്തിൽ നമ്മൾ ഇത്തരക്കാരെ കുടുംബങ്ങൾ സ്വീകരിക്കുകയോ അവരുടെ വാക്കുകൾ കേൾക്കുകയോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നാം അറിയാതെ തന്നെ തെറ്റായ വഴികളിലേക്ക് നീങ്ങും. മാത്രമല്ല, കത്തോലിക്ക സഭയിലെ പുരോഹിതരെ കുറിച്ചും സന്യസ്തരെ കുറിച്ചും സഭാ നേതൃത്വത്തെക്കുറിച്ചും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ, വിമർശനപരമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കും. പലവരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളിലൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ഏതാനും ചില വ്യക്തികളല്ല സഭ. കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് 2000 വർഷമായി ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരത്തെ വിട്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവരുത്. ഒരു തരത്തിലും ആ സഭയല്ല നാം വിമർശിക്കേണ്ടത്. നമ്മുടെ പ്രവൃത്തികളെ, കുറവുകളൊക്കെ നമുക്ക് വിമർശിക്കാം. അതേസമയം തന്നെ നമ്മൾ വ്യക്തമായ ബോധ്യത്തോടെ സഭാപ്രബോധനങ്ങളെ പിൻചൊല്ലണം, സഭാപ്രബോധനങ്ങളെ സ്വീകരിക്കണം. സഭാപ്രബോധനങ്ങളിലൂടെ ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ ചെറുത്തു നിൽക്കാനുള്ള ആത്മവീര്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലും തണലിലുമാണ് നമ്മളെന്ന ബോധ്യത്തോടെ സഭാഗാത്രത്തോട് ചേർന്ന് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.